എക്സാം പോയിന്റ്. അപ്പം നമ്മളുടെ 8th സോഷ്യൽ സയൻസിൻ്റെ 9 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ച് ചാപ്റ്റേഴ്സും കൂടി നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ 10th ചാപ്റ്ററാണ്. 10th ചാപ്റ്ററിൻ്റെ പേരെന്താ? ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പുതപ്പ്. ഓക്കെ, അപ്പോൾ ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന ഒരു പുതപ്പുണ്ട്. ആ പുതപ്പിനെ കുറിച്ചാണ്, ആ ബ്ലാങ്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മെയിൻ പോയിന്റ്സും ഒക്കെ നമ്മളുടെ എക്സാം പോയിന്റിൻ്റെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിനൊപ്പം തന്നെ ഗൈഡും റെഫർ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ എർത്തിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആ പുതപ്പ് ഏതാണ്? നമ്മുടെ ഈ എർത്തിനെ കവർ ചെയ്തിരിക്കുന്ന പുതപ്പ് ഏതാണ്? അത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് എന്ത്? അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ ഈസ് ദി ബ്ലാങ്കറ്റ് ഓഫ് എയർ. എന്തിൻ്റെ ബ്ലാങ്കറ്റ് ആണത്? എയർ കൊണ്ടുള്ള ബ്ലാങ്കറ്റ് ആണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇത് ഭൂമിയെ സറൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്ന എയർ കൊണ്ടുള്ള ബ്ലാങ്കറ്റിനെയാണ് എന്തെന്ന് പറയുക? അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതിൽ ചില ഗ്യാസസ്, വാതകങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, ഈ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്ലാനറ്റിൽ ഒരുപാട് ലിവിങ് ബീങ്സ് ഉണ്ടല്ലേ, ഒരുപാട് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉള്ള ഒരു പ്ലാനറ്റാണ് എർത്ത്. അവർക്ക് എല്ലാം എന്താണ്, അവരുടെ ലൈഫ് എക്സിസ്റ്റ് ആകാനായിട്ട്, ഭൂമിയിൽ അവരുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഗ്യാസസ് ഈ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഗ്യാസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഗ്യാസിന് നമ്മളുടെയൊക്കെ ലൈഫ് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു റോളുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് such as oxygen and carbon dioxide which play a major role in maintaining the earth as a life supporting planet. ഓക്കെ, അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്യാസസ് ആണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും. ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് ശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഓക്സിജനും വേണം. അതേപോലെ തന്നെ എന്ത് വേണം? നമ്മുടെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് കാർബൺ ഡയോക്സൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഇങ്ങനത്തെ ഗ്യാസസിൻ്റെ പ്രസൻസ് ആണ് നമ്മളുടെ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്ലാനറ്റിനെ ജീവൻ നിലനിൽക്കുന്ന ഒരു പ്ലാനറ്റാക്കി മാറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻറ്റെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസസ് എവിടെ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ. ഓക്കെ, പ്ലാന്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് ദീസ് ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഈ ഗ്യാസസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഈ ഗ്യാസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ഗ്യാസസിൻ്റെ നിയന്ത്രണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? പ്ലാന്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പം ഈ വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്. ഓക്കെ, ആ അളവിൽ മാത്രം ഈ എന്താ പറയുക, എർത്തിൽ ആ ഗ്യാസ് നിലനിന്നാൽ മാത്രമേ ലൈഫും എന്ത് ചെയ്യുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പം ഓക്സിജൻ്റെ ആ സ്ഥാനത്ത് ഓക്സിജൻ തന്നെ വേണം, എന്നാൽ ഓക്സിജൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? കൂടി പോകാൻ പാടില്ല. കാർബൺ ഡയോക്സൈഡ് അത് തന്നെ, കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു അളവിന് മേളിൽ കൂടാനോ അല്ലെങ്കിൽ ഒരു അളവിന് താഴെ കുറയാനോ പാടില്ല. ഓക്സിജനും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഗ്യാസിൻ്റെ എമൗണ്ടിനെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ എർത്തിൽ എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്? പ്ലാന്റ്സിൻ്റെ പ്രസൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദാറ്റ് പ്ലാന്റ്സ് ഗ്യാദർ എനർജി ഫോർ ദെയർ ഗ്രോത്ത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഫോട്ടോസിന്തസിസിനെ കുറിച്ച് അല്ലേ. അപ്പം പ്ലാന്റ്സും നമുക്കറിയാം എന്താണ്? വളർച്ചയുള്ളൊരു വസ്തുവാണ് അല്ലെങ്കിൽ ഗ്രോത്ത് ഉള്ളൊരു സാധനമാണ് എന്ത്? പ്ലാന്റ്സ്, വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഗ്രോത്തിന് ആവശ്യമായ
ന്യൂട്രിയൻസ് ഒക്കെ അവർ അല്ലെങ്കിൽ അതിനുള്ള എനർജിയൊക്കെ അവർ ഗ്യാദർ ചെയ്യുന്ന ഏതിലൂടെയാണ്, എന്ത് പ്രോസസ്സിലൂടെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് അവരവരുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നത്, അവർ ഗ്യാദർ ചെയ്യുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം. ഓക്കെ, പിന്നെയോ ഇൻ ദിസ് പ്രോസസ് പ്ലാന്റ്സ് ഇൻടേക്ക് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഗീവ് ഔട്ട് ഓക്സിജൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ എന്താ പറയുക, പ്ലാന്റ്സിന് ഈ ഗ്യാസസിനെ നിയന്ത്രിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഒരു പ്രധാനപ്പെട്ട റോളിൽ പെട്ടതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എനർജി അവർക്ക് വേണം അല്ലേ? ഒരു ഗ്രോത്ത്, ഒരു വളർച്ച നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? എനർജി ആവശ്യമാണ്. അപ്പോൾ ആ എനർജിക്ക് വേണ്ടി അവർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ? അപ്പോൾ ഫോട്ടോസിന്തസിസിലൂടെ ലഭിക്കുന്ന എനർജിയാണ് അവരുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫോട്ടോസിന്തസിസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ കാർബൺ ഡയോക്സൈഡിനെ ഇൻടേക്ക് ചെയ്യാണ്. ആര്? പ്ലാന്റ്സ്. അവരുടെ എനർജിക്ക് ആവശ്യമാണ് എന്ത്? ഈ എനർജി പ്രൊഡക്ഷന് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡിനെ ഇൻടേക്ക് ചെയ്യുന്നു, ഓക്സിജനെ എന്ത് ചെയ്യുന്നു? ഗിവ് ഔട്ട് ചെയ്യുന്നു. അതായത് ഓക്സിജനെ പുറന്തള്ളുകയും കാർബൺ ഡയോക്സൈഡിനെ ഇൻടേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്കെന്ന് പറയുന്നത് ഓക്സിജനാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ എന്താണ് ഈ ഭൂമിയിലെ ഈ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഗ്യാസസിനെ നിയന്ത്രിക്കുന്നതിൽ പ്ലാന്റ്സിന് വളരെ വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാം കോമ്പോസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം കൊണ്ടാണ് ഒരു അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടുമെന്ന് നോക്കിക്കേ. ഗ്യാസസ്, മോയ്സ്ചർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബ്ലാങ്കറ്റ് ഓഫ് അവർ എർത്ത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ കമ്പോസ് ചെയ്തിട്ട് ഈ അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തിരിക്കുന്നത്? അതിൻ്റെ അകത്ത് ഗ്യാസസ് ഉണ്ട്, ഓക്കെ, വാതകങ്ങളുണ്ട്, പിന്നെയോ മോയ്സ്ചറുണ്ട്, ഓക്കെ, അതായത് ജലാംശമുണ്ട്, വാതകങ്ങളുണ്ട്, പിന്നെയോ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഈ 3 ഘടകങ്ങളാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഫോമേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഘടകങ്ങളാണ് ഇതെല്ലാം. എന്തൊക്കെയാണ്? ഗ്യാസസ്, മോയ്സ്ചർ, അതേപോലെ തന്നെ dust particles. Okay, it is the gravitational attraction of earth that holds the atmosphere close to the earth. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ, അതായത് ഗ്യാസും മോയ്സ്ചറും അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം അടങ്ങി ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ നമ്മളുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ കാണുന്ന എന്താണ്? ഭൂഗുരുത്വം അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം. ഓക്കെ, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനാണ് നമ്മളുടെ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ അറ്റ്മോസ്ഫിയറിനെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിക് കോമ്പോണൻസിലെ പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് അന്തരീക്ഷ വാതകങ്ങൾ. ഓക്കെ, അപ്പം അന്തരീക്ഷത്തിൽ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, 78.1% എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ 78.1% ഈ നൈട്രജൻ ആണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗ്യാസാണ് നമ്മളുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്യാസ് ഏതാ? ഓക്സിജൻ. ഓക്സിജൻ എത്രയുണ്ട്? 20.9% എന്താണ്? ഓക്സിജൻ ആണ്. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന 1% എന്ന് പറയുന്നത് മറ്റ് ഗ്യാസസും. അപ്പോൾ ഈ നൈട്രജനും ഓക്സിജനും കൂടാതെ വേറെയും ഗ്യാസസും നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന 2 ഗ്യാസസ് ഏതാണ്? ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ നൈട്രജനും പിന്നെ കാണുന്നത് നമ്മുടെ ഓക്സിജനാണ്. അതിനുശേഷം മറ്റ് ഗ്യാസസ്. ഓക്കെ, അപ്പം മറ്റ് ഗ്യാസസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു നൈട്രജൻ പറഞ്ഞു,
ഓക്സിജൻ പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആർഗനാണ്. ആർഗൻ എത്രയുണ്ട്? 0.93% അറ്റ്മോസ്ഫിയറിൽ ആർഗനാണ്. പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞില്ലേ കാർബൺ ഡൈ ഓക്സൈഡും അറ്റ്മോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്യാസാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയുണ്ട്? 0.037% എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ. മറ്റൊരു ഗ്യാസ് ഏതാണ്? ഓസോൺ. ഓസോൺ എത്രയുണ്ടെന്ന് നോക്കി? 0.01%. പിന്നെയോ നിയോൺ. നിയോൺ എത്രയുണ്ട്? 0.002%. ഓക്കെ. പിന്നെയോ ഹീലിയം. ഹീലിയം എത്രയുണ്ട്? 0.0005%. ഇനി മറ്റ് ഗ്യാസസ് ഏതാണ്? ക്രിപ്റ്റോൺ. ക്രിപ്റ്റോൺ എത്രയുണ്ട്? 0.00001. പിന്നെയോ ഹൈഡ്രജൻ എത്രയുണ്ട്? 0.00005. പിന്നെയോ സെനൻ. സെനൻ എത്രയുണ്ട്? 0.00009. ഓക്കെ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എമൗണ്ടിലെ മറ്റ് ഗ്യാസസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ള അല്ലേ. ഈ സെനൻ, അതേപോലെ തന്നെ ഈ ആർഗൻ, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നത് എത്രയുള്ളൂ? വളരെ മൈന്യൂട്ട് എമൗണ്ട് ഗ്യാസസേ ഉള്ളൂ. ഓക്കെ. അപ്പം നൈട്രജനും ഓക്സിജനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഇവിടുത്തെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് എന്താണ്? അത് ബാഡാണ്. ഓക്കെ. അതായത് അതിന് എന്ത് ചെയ്യും? നശിപ്പിക്കും. ഓക്കെ. അപ്പം ഈ ഒരു പെർസെൻറ്റേജിലായിരിക്കണം എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസിൻ്റെ പ്രസൻസ് കാണേണ്ടത്. ഓക്കെ. പിന്നെ ഓൾമോസ്റ്റ് ഓൾ ദി ഗ്യാസസ് ഇൻ അവർ അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ദി സസ്റ്റനൻസ് ഓഫ് ലൈഫ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഗ്യാസസ് എല്ലാം തന്നെ, അത് ചെറിയ അളവിലാണെങ്കിലും വലിയ അളവിലുള്ള ഗ്യാസസ് ആണെങ്കിൽ പോലും അവയെല്ലാം ഇവിടെയുള്ള അല്ലെങ്കിൽ ഭൂമിയിലെ ലൈഫിനെ എന്ത് ചെയ്യുന്നതാണ്? സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസസ് ആണ്. അതായത് ഡയറക്റ്റ്ലി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഇൻഡയറക്ട്ലിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പം അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന് റെസ്പിറേഷനിലൂടെ. ഓക്കെ. റെസ്പിറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അല്ലേ. അതായത് നമുക്ക് റെസ്പയർ ചെയ്യാൻ എന്ത് വേണം? നമ്മളെപ്പോലെയുള്ള ലിവിങ് ഓർഗാനിസംസിന്, അനിമൽസിനും ഒക്കെ എന്താണ്? റെസ്പയർ ചെയ്യാനായിട്ട് ഓക്സിജൻ വേണം അല്ലേ. നമ്മൾ ഓക്സിജനെ ഇൻടേക്ക് ചെയ്തിട്ട് പുറത്തുള്ളുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. അതിനൊരു എമൗണ്ട് ഉണ്ടല്ലേ, നമ്മളിപ്പോൾ കണ്ടു. അതിൽ കൂടുതൽ ഇത് കൂടാൻ പാടില്ല. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ആവശ്യമുള്ള മറ്റൊരാൾ നമ്മളുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അത് ആരാ? പ്ലാന്റ്സ്. ഓക്കെ. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് ഇൻടേക്ക് ചെയ്യും? പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഈ പ്ലാന്റ്സ് എന്താ പുറന്തള്ളുന്നത്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഒരുപാട് കൂടാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഓക്സിജന് ആവശ്യമുള്ള മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അതാരാ? നമ്മളെപ്പോലെയുള്ള അനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലേ. ഈ ഓക്സിജൻ ആവശ്യമുള്ള അല്ലെങ്കിൽ റെസ്പിറേഷന് ഓക്സിജൻ ആവശ്യമുള്ള അല്ലേ. അതായത് ഇതൊരു എന്താണ്? ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ്? നമുക്കിപ്പം പ്ലാന്റ്സ് ഒന്നും നമുക്ക് ചുറ്റും ഇല്ല, പ്ലാന്റ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? കൂടും അല്ലേ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അതിനെ ഇൻടേക്ക് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? പ്ലാന്റ്സിൻ്റെയാണ്. ഓക്കെ. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റും പ്ലാന്റ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ അത് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് എത്രത്തോളം നമ്മളുടെ ലൈഫിനെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനൊരു എക്സാമ്പിളാണ് റെസ്പിറേഷൻ. മറ്റൊന്നാണ് നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് ഈ പറയുന്ന നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട് ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ റൂട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ അവരുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ഗ്യാസ് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഈ നൈട്രജനെ അവരെന്താണ്? നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മറ്റൊരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫോട്ടോസിന്തസിസിലും എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. ഇനി ഇവർ രണ്ടുപേരും മാത്രം മതിയോ ഫോട്ടോസിന്തസിസിന്? പോരാ, സൺലൈറ്റും വേണം അല്ലേ. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്താണ്? ഇവർ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്തിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഗിവ് ഔട്ട് ചെയ്യുന്നു, പുറന്തള്ളുന്നു.
ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ്സിലൂടെ പ്ലാന്റ്സ് അവരുടെ ഗ്രോത്തിന് ആവശ്യമുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ എനർജി യൂസ് ചെയ്താണ് ഇവർ ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസിന് എല്ലാം എന്താ, അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസസ് ആണ് ഇവരെല്ലാവരും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നൈട്രജനും ഒക്കെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ സൈക്ലിക്കായിട്ട് ഫങ്ഷൻ ചെയ്താലേ എന്തുള്ളൂ, ഭൂമിയിൽ ലൈഫ് ഉള്ളൂ, അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. മാൻ ആൻഡ് അതർ ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ ഫോർ respiration. Okay, plants make use of nitrogen for their growth through nitrogen fixation, നമ്മൾ പറഞ്ഞല്ലേ. പിന്നെയോ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഗ്യാസസ് എത്രത്തോളം, അല്ലെങ്കിൽ ഗ്യാസസിൻ്റെ, ഈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ റോള് എന്തൊക്കെയാണ്, അതായത് ഭൂമിയിലെ ലൈഫിനെ ഫിക്സ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ലൈഫിനെ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഗ്യാസസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ റോൾ എത്രത്തോളം ഉണ്ട് എന്നതിന് ഉത്തരവാണ് ഈ കാണുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അങ്ങനെ ചോദ്യം വന്നാൽ എന്തൊക്കെ എഴുതണം? പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവർ പുറന്തള്ളുന്ന ഓക്സിജൻ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഓക്സിജനെ ആര് യൂസ് ചെയ്യുന്നു? മനുഷ്യനും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മറ്റ് ലിവിങ് ഓർഗാനിസംസും ഒക്കെ ഓക്സിജൻ റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെയോ, പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അവരുടെ ഗ്രോത്തിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ നൈട്രജൻ ഫിക്സേഷനിലൂടെ, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അവർ നൈട്രേറ്റ്സ് ആക്കി മാറ്റി അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നാലും നിങ്ങൾ എഴുതുന്നത്. അതായത് ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് എത്രത്തോളം അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ് എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ ഗ്യാസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അവരുടെ റോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്തായിരുന്നു? വാട്ടർ, മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഈ വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അന്തരീക്ഷത്തിലെ ജലാംശം, വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ. വാട്ടർ മോളിക്യൂൾസ് ആർ എ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇൻ ദി ലോവർ പാർട്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പം നമ്മളുടെ ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ലോവർ പാർട്ടിൽ, അതായത് ഭൂമിയോട് ചേർന്ന പാർട്ടിലാണ് എന്ത് കാണുന്നത്? ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് കാണുന്നത്. വാട്ടർ റീച്ചസ് ദി അറ്റ്മോസ്ഫിയർ ത്രൂ ഇവാപ്പറേഷൻ ആൻഡ് കോസസ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലോട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോട്ട് എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് എത്തുന്നത്? ഇവാപ്പറേഷനിലൂടെ. ഓക്കെ, ഇവിടെ നടക്കുന്ന ഇവാപ്പറേഷൻ, അതായത് ബാഷ്പീകരണത്തിലൂടെയാണ് അന്തരീക്ഷത്തിലോട്ട് വാട്ടർ മോളിക്യൂൾസ് എത്തുന്നത് അല്ലേ. നമുക്കറിയാം ഇവാപ്പറേഷനെ കുറിച്ച്. നമ്മളൊക്കെ വെള്ളമൊക്കെ ബോയിൽ ചെയ്ത് കഴിയുന്ന സമയത്ത് എന്താണ്, ആവി മേളിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതിനെ എന്താ പറയുന്നത്, ആ ഒരു പ്രോസസ്സാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ആവി വന്നുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ മേളിൽ ഒരു പാത്രം ഇങ്ങനെ പിടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ പാത്രത്തിൽ എന്താണ്, വെള്ളത്തുള്ളികൾ കാണാം അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഇവാപ്പറേഷനിലൂടെയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിലോട്ടും എന്തെത്തുന്നത്, നമ്മളുടെ വാട്ടർ മോളിക്യൂൾസ് എത്തുന്നത്. അങ്ങനെ അവിടെ ഇവരെത്തിക്കഴിഞ്ഞിട്ടാണ് അവിടെ ക്ലൗഡ് ഫോം ചെയ്യുന്നതും, അതായത് മേഘങ്ങൾ ഉണ്ടാകുന്നതും അവിടെ നിന്ന് മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെയോ, there is spatial and temporal variation in the amount of water present in the atmosphere. ഓക്കെ, കാര്യം അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിലാണ് നമ്മുടെ ഈ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കുന്നത്, അവിടെയാണ് കാണുന്നതെങ്കിൽ പോലും അതായത് ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്, ഇങ്ങനെ ഈ അറ്റ്മോസ്ഫിയർ പ്രസൻ്റ് ആണ്. എന്നാൽ എല്ലാ പാർട്ടിലും ഈ വാട്ടർ മോളിക്യൂളിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ, ഈ ജലത്തിൻ്റെ എമൗണ്ട്, അളവ് ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മേളിലത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറിൽ കാണുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ എമൗണ്ട് ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ വാട്ടർ മോളിക്യൂൾസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം വാട്ടർ മോളിക്യൂൾസിൻ്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിലെ പല സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാട്ടറിൻ്റെ എമൗണ്ടിൻ്റെ വേരിയേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ്, കുറച്ച് ഘടകങ്ങളുണ്ട്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല എമൗണ്ടിൽ വാട്ടർ കാണണമെങ്കിൽ അതിന് പിന്നിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ വിൽ ബി ഹൈ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഹൈ ടെമ്പറേച്ചർ. സോ ദ വാട്ടർ കണ്ടന്റ് ഇൻ സച്ച് പ്ലേസസ് വിൽ ബി ഹൈ. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു ഈ വാട്ടർ മോളിക്യൂൾസ് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഈ ഒരു ഇവാപ്പറേഷൻ പ്രോസസ്സ് വളരെ ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. അതായത് ഈ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇവാപ്പറേഷൻ നടന്നത് അല്ലേ. നമ്മൾ ബോയിൽ ചെയ്യുമ്പോഴാണ് ഇവാപ്പറേഷൻ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പം അതെന്തുകൊണ്ടാണ്, അവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ എന്താണ്, ഈ ഇവാപ്പറേഷൻ പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഹൈ ടെമ്പറേച്ചറിലുള്ള സ്ഥലങ്ങളിൽ എന്ത് കൂടുതലായിരിക്കും, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. മറ്റൊരു ഫാക്ടർ ഇതാണ്, ദ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഹൈ ഇൻ ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി സർഫേസ് വാട്ടർ സോഴ്സസ് സച്ച് ആസ് ഓഷ്യൻ, റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. ഓക്കെ. അപ്പം സർഫേസ് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓഷ്യൻസും റിവറും മറ്റ് വാട്ടർ ബോഡീസ് ഉണ്ട്. സർഫേസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എർത്ത് സർഫേസിൽ കാണുന്ന വാട്ടർ ബോഡീസ്, അതിനെയാണ് സർഫസ് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത്. അതിൽ പെടുന്നതാണല്ലേ നമ്മളുടെ ഓഷ്യനും റിവേഴ്സും മറ്റു വാട്ടർ ബോഡീസും ഒക്കെ, പോൺസും ഒക്കെ, ലേക്സും ഒക്കെ. അപ്പം ഇങ്ങനെ ഈ സർഫസ് വാട്ടർ ബോഡീസിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിലും എന്ത് കൂടുതലായിരിക്കും, ഈ വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ സർഫേസ് വാട്ടർ ബോഡീസ് കൂടുതലുള്ള സ്ഥലത്ത് ഇവാപ്പറേഷൻ നടന്നാലും എന്താണ്, ഇതേപോലെ തന്നെ കൂടുതൽ എമൗണ്ട് വാട്ടർ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറിൽ എത്തും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെയും എന്താണ്, ഈ പറയുന്ന വാട്ടറിൻ്റെ എമൗണ്ട്, അറ്റ്മോസ്ഫിയറിലെ വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയറിലെ വാട്ടറിൻ്റെ എമൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു, ഒന്ന് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എവിടെ കൂടുതലായിരിക്കും, ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് കൂടുതലായിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇനി മറ്റൊന്ന് ഏതാണ്, ഓഷ്യൻസും റിവറും അതേപോലെയുള്ള വാട്ടർ ബോഡീസ്, ഓക്കെ, സർഫസ് വാട്ടർ ബോഡീസ് പ്രസൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ എന്ത് കൂടുതലായിരിക്കും, ഈ വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പം നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ കോമ്പോസിഷനിലെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, പിന്നെ വാട്ടർ കണ്ടൻറ്റിനെ കുറിച്ച് പഠിച്ചല്ലേ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ. ഓക്കെ. അറ്റ്മോസ്ഫിയറിലെ പൊടിപടലങ്ങളും ഡസ്റ്റ് പാർട്ടിക്കിൾസും അറ്റ്മോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഓക്കെ. അതർ ദാൻ ഗ്യാസസ് ആൻഡ് വാട്ടർ കണ്ടൻറ്റ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓൾസോ ഫോം പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് ഈ പറയുന്ന പൊടിപടലങ്ങളും. ദ മെയിൻ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടു ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ. അപ്പം നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിലോട്ട് ഈ പൊടിപടലങ്ങൾ എത്തുന്നതിൽ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തുന്നതിലെ പ്രധാന സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. ഓക്കെ. കാറ്റിലൂടെ അല്ലെങ്കിൽ വിൻഡിലൂടെ അറ്റ്മോസ്ഫിയറിലോട്ട് ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തുന്നു. മറ്റൊരു സോഴ്സ് ഏതാണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ വോൾക്കാനോസ്. ഓക്കെ. വോൾക്കാനോകളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന പൊടിപടലങ്ങളുണ്ട്, അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന പൊടിപടലങ്ങളുണ്ട്. ഇതും എവിടെ എത്തുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. പിന്നെയോ ആഷ് ഫോംഡ് ബൈ ബേണിംഗ് ഓഫ് മീറ്റിയേഴ്സ്. ഓക്കെ. അപ്പം ചില സമയത്തൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഉൽക്കകൾ പോകുന്നു എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഈ മീറ്റിയേഴ്സ്, ഈ ഉൽക്കകൾ കത്തിക്കരിയുന്നുണ്ട്. അപ്പോൾ ആ ബേൺ ചെയ്യുന്ന മീറ്റിയേഴ്സിൽ നിന്നുള്ള ആഷസ്, അതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എവിടെ എത്തുന്നുണ്ട്, നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നുമാണ് പ്രധാനപ്പെട്ട സോഴ്സസ്, അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഇത് മൂന്നുമാണ്. ഒന്നെന്ന് പറയുന്നത് വിൻഡിലൂടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പിന്നെ വോൾക്കാനോ ഇറപ്ഷനിലൂടെ എത്തുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പിന്നെ മീറ്റിയേഴ്സ് ബേൺ ചെയ്ത് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ആഷിലൂടെ അവിടെ എത്തുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ. പിന്നെയോ there is frequent condensation concentrating around the fine dust particles in the atmosphere. ഓക്കെ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നു.
ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ അറ്റ്മോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞപ്പം ഈ പൊടിപടലങ്ങൾ കൊണ്ട് അറ്റ്മോസ്ഫിയറിൽ എന്താ ഗുണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മളുടെ ഈ പൊടിപടലത്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളം കണ്ടൻസ് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെയാണ് മേഘങ്ങൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലൗഡ് ഫോർമേഷനിൽ ഈ പറയുന്ന വാട്ടർ കണ്ടൻറ്റ് മാത്രം പോരാ, എന്തും വേണം, ഡസ്റ്റ് പാർട്ടിക്കിൾസും ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് മേളിലായിട്ടാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്, കണ്ടൻസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുകളിൽ ഈ വാട്ടർ, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാട്ടർ നിലനിന്ന് അവിടെ കണ്ടൻസേഷൻ ഉണ്ടാകുന്നത് മൂലമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ക്ലൗഡ്സ് ഫോം ചെയ്ത്. അങ്ങനെ ക്ലൗഡ്സ് ഫോം ചെയ്താൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, റെയിൻ അവിടെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇപ്പം എങ്ങനെ ക്ലൗഡ് ഫോം ചെയ്യുന്നത് മനസ്സിലായില്ലേ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ്. എന്തും പ്രസൻ്റ് ആണ്, വാട്ടർ മോയ്സ്ചറും എന്താണ്, പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മേലിൽ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് വന്ന് എന്ത് ചെയ്യും, പറ്റിപ്പിടിച്ച് അവിടെ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസും മോയ്സ്ചർ പാർട്ടിക്കിൾസും എല്ലാം കൂടി ചേർന്ന് കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ ഫോം ചെയ്യുന്നതാണ് എന്ത്, ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഘനീകരണ പ്രക്രിയയിലൂടെ ഫോം ചെയ്യുന്നതാണ് എന്ത്, മേഘം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ കേന്ദ്രീകരിച്ചാണ് ഈ കണ്ടൻസേഷൻ നടക്കുന്നത്, ഈ വാട്ടറിൻ്റെ കണ്ടൻസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. ആസ് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് in the atmosphere help in cloud formation, they are called condensation nuclei. Okay, the presence of atmosphere extends to about 10,000 kilometers from the earth's surface. Okay, അപ്പം ഭൂമിയുടെ ഈ ഉപരിതലം, അതായത് സർഫസിൽ നിന്ന് ഒരു 10,000 കിലോമീറ്റർ ദൂരം വരെ എന്താണ്, അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് 97% of the atmospheric air remains within 29 kilometers from the earth's surface. ഓക്കെ, കാര്യം നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് 10,000 കിലോമീറ്റർ ദൂരം വരെ അറ്റ്മോസ്ഫിയർ പ്രസൻ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ എർത്ത് സർഫസിൽ നിന്നുള്ള ഒരു 29 കിലോമീറ്റേഴ്സ് വരെ മാത്രമേ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ എയറിൻ്റെ പ്രസൻസ് കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് എയർ പ്രസൻ്റ് ആയിട്ടുള്ള 97% അറ്റ്മോസ്ഫിയറിക് എയറും പ്രസൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ എർത്ത് സർഫസിൽ നിന്ന് 29 കിലോമീറ്റേഴ്സ് വരെയുള്ള അറ്റ്മോസ്ഫിയറിലാണ്, അല്ലെങ്കിൽ 29 കിലോമീറ്റേഴ്സ് വരെ ദൂരമുള്ള അറ്റ്മോസ്ഫിയറിലാണ് 97% നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് മുകളിലോട്ട്, ഇതിപ്പോൾ പറഞ്ഞ ഈ 29 കിലോമീറ്റേഴ്സിനൊക്കെ മുകളിലോട്ടൊക്കെ പോകുന്നതനുസരിച്ച് എന്താണ്, അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഗ്യാസസ് ഉണ്ടല്ലോ, ആ ഗ്യാസസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഈ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ ഉയരം, ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലെ എയറിൻ്റെ 97% അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെയും പ്രസൻസ് നമ്മൾ കാണുന്നത് എവിടെയാണ്, ഭൂമിയുടെ സർഫസിൽ നിന്ന് 29 കിലോമീറ്റേഴ്സ് ദൂരത്തിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ പറയുന്ന 97% അറ്റ്മോസ്ഫിയറിക് എയറും കാണുന്നത്. ഓക്കെ, ഇനി അതിന് മുകളിലോട്ട് ഇതിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച്, അറ്റ്മോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്നത് അനുസരിച്ച് എന്തവിടെ കുറയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാതകങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ, ഗ്യാസസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഈ ഗ്യാസസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് ഉയരം കൂടുന്തോറും ഈ ഗ്യാസസിൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഗ്രീൻ ഹൗസസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രീൻ ഹൗസുമായിട്ടും അറ്റ്മോസ്ഫിയറിന് ചില ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ ആസ് എ ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹമാകുന്ന അന്തരീക്ഷം. ഓക്കെ, ഗ്ലാസ് ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് ഇൻ കോൾഡ് കൺട്രീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ, ഫോട്ടോസിൽ, അതേപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലേ, അതായത് വളരെ തണുപ്പേറിയ സ്ഥലങ്ങളിലൊക്കെ
ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്ലാസസ് ആണ് അല്ലേ. നമ്മളുടെ ഇവിടുത്തെ പോലെ കോൺക്രീറ്റുകൾ ഒക്കെ യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ് കോൾഡ് കൺട്രീസിൽ, തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിൽ. അവിടെ കൂടുതലും ആൾക്കാർ എന്താണ് ഈ ഗ്ലാസസ് ആണ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ ഗ്ലാസസ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഗ്ലാസ് പെയിൻസ് ഹാവ് ദ കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ ടു പാസ് ത്രൂ ദം ആൻഡ് ചെക്ക് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, അതായത് ഈ ഗ്ലാസസ് ഒരു ഉള്ള കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സൂര്യനിൽ നിന്നുള്ള ഇൻസുലേഷൻ, ഓക്കെ, അത് സൂര്യൻ്റെ ആ റേസ്, സണ്ണിൽ നിന്നുള്ള ആ റേസിനെ എന്ത് ചെയ്യും, അവർ ആവശ്യമുള്ളതിനെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി, അതായത് ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്ലാസസ് ഇതിനു വേണ്ടി അവരുടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചൂട് സമയങ്ങളിൽ എങ്ങനെയാണ് ഈ സൂര്യനിൽ നിന്നുള്ള ഈ താപത്തെ, ആ ടെമ്പറേച്ചറിനെ ഈ ഗ്ലാസ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് കളയും. ഓക്കെ, എന്നാൽ വിൻ്റർ സമയത്ത് എന്താണ് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഈ ഗ്ലാസ് അബ്സോർബ് ചെയ്യുകയും അതിനെ ഉള്ളിലേക്ക് കടത്തി വിടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം വിൻ്റർ ടൈമിൽ ഇത് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പം വിൻ്റർ ടൈമിൽ എങ്ങനെയാണ് ഈ സൂര്യനിൽ നിന്നുള്ള റേസിൽ അതിലെ ടെമ്പറേച്ചർ അവർ അബ്സോർബ് ചെയ്ത് അത് ഉള്ളിലോട്ട് കടത്തി വിടുന്നു. എന്നാൽ സമ്മർ ടൈമിലോ ഈ ടെമ്പറേച്ചറിനെ ഈ ഗ്ലാസ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് കളയുമുള്ളിലോട്ട് കടത്തി വിടില്ല. പക്ഷെ എന്തിനുള്ളിലോട്ട് കടത്തി വിടും, സൺലൈറ്റ്, അതിൻ്റെ ആ വെളിച്ചത്തെ, ആ വെട്ടത്തെ, സണ്ണിൻ്റെ ലൈറ്റിനെ അവരകത്തോട്ട് കടത്തി വിടും. ആ താപത്തെ, ടെമ്പറേച്ചറിനെ അവരെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് കളയും. എന്നാൽ വിൻ്റർ ടൈമിലോ ആവശ്യമുള്ള ടെമ്പറേച്ചറിനെ അവർ അബ്സോർബ് ചെയ്ത് അതിനെ ഉള്ളിലേക്ക് കടത്തി വിടുന്നു. എന്നാൽ ഈ ഇൻസൊലേഷൻ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഈ റേസിൽ ഈ പറയുന്ന ടെമ്പറേച്ചറോ അല്ലെങ്കിൽ സൺലൈറ്റോ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ? അല്ല, എന്തുണ്ട്, റേഡിയേഷൻസ് ഉണ്ട് അല്ലേ, ചില റേഡിയേഷൻസും ഭൂമിയിൽ എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെ ഉള്ളിൽ കടത്തി വിടുന്നത് ഹാംഫുള്ളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെ, ടെറസ്ട്രിയൽ റേഡിയേഷൻസിനെ അവരെന്ത് ചെയ്യും, ഹാംഫുള്ളായിട്ടുള്ള റേസിനെ, UV റേസ് പോലെയുള്ള ഹാംഫുള്ളായിട്ടുള്ള റേസിനെ അവരെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കോൾഡ് കൺട്രീസിൽ അവരുടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി അവർ ഗ്ലാസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സൂര്യനിൽ നിന്നുള്ള ഇൻസൊലേഷനെ ഉള്ളിലോട്ട് കടത്തി വിടുകയും ടെറസ്ട്രിയൽ റേഡിയേഷനെ അവരെന്ത് ചെയ്യും, പുറന്തള്ളുകയും ചെയ്യുന്നു. ടെറസ്ട്രിയൽ റേഡിയേഷനെ പുറന്തള്ളിയില്ലെങ്കിൽ അതെന്തിന് കാരണമാകുന്നു, ടെമ്പറേച്ചർ റൈസിനും ഗ്രീൻ ഹൗസ് എഫക്റ്റിനും ഒക്കെ കാരണമായിട്ട് തീരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലാസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, thus temperature is maintained within the buildings without fault. ഓക്കെ, വിത്തൗട്ട് ഫെയിൽ. ഓക്കെ, അതായത് തണുപ്പുള്ള സമയത്ത് ഹീറ്റും അതേപോലെ സൺലൈറ്റും അബ്സോർബ് ചെയ്ത് ബിൽഡിങ്ങിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ചൂടുള്ള സമയത്ത് ടെമ്പറേച്ചറിനെ പുറന്തള്ളുകയും ആ വെളിച്ചത്തെ മാത്രം ഉള്ളിലിട്ട് കടത്തി വിടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഗ്ലാസസ് ആ ബിൽഡിങ്ങിലെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബൈ പ്രിവെൻറ്റിംഗ് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻസ് ദ ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ഈസ് റീറ്റെയിൻഡ് ഇൻസൈഡ് സച്ച് കൺസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പം ഗ്രീൻ ഹൗസുകളും അതേപോലെ തന്നെ, അതായത് ഈ പറയുന്ന ഹരിതഗൃഹങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ബിൽഡ് ചെയ്യുമ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്ലാസസ് ആണ്. ഓക്കെ, അപ്പം അതും എന്തുകൊണ്ടാണ്, ഈ പറയുന്ന പോലെ തന്നെ ഈ ടെറസ്ട്രിയൽ റേഡിയേഷനെ ഉള്ളിലോട്ട് കടത്തി വിടാതെ പുറന്തള്ളിയിട്ട് ഈ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിനെ ഓൾവേസ് ഇതിൻ്റെ ഉള്ളിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്ലാസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ മാത്രം എപ്പോഴും അതിൻ്റെ ഉള്ളിൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് ഈ ഗ്ലാസസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഈ ഗ്രീൻ ഹൗസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സച്ച് ബിൽഡിങ്സ് ആർ കോൾഡ് ഗ്രീൻ ഹൗസസ്. ഓക്കെ, അങ്ങനെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിനെ മാത്രം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത്, അതായത് ഹരിതഗൃഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെയോ സം ഓഫ് ദി ഗ്യാസസ് പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ക്യാൻ ഓൾസോ പെർമിറ്റ് ഇൻസുലേഷൻ ആൻഡ് പ്രിവെൻറ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗ്ലാസസിൻ്റെ ഇതേ വർക്ക് തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ചില ഗ്യാസസും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, നമ്മുടെ ഗ്ലാസസ് എന്ത് ചെയ്യുന്നു, സൂര്യനിൽ നിന്നുള്ള ഇൻസൊലേഷൻ, അതായത് അതിൻ്റെ ലൈറ്റും ടെമ്പറേച്ചറും ആവശ്യത്തിനുള്ളത് മാത്രം അബ്സോർബ് ചെയ്ത് അകത്ത് കടത്തിവിടുകയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അനാവശ്യമായിട്ടുള്ള റേഡിയേഷൻസും യു വി റേസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുകയാണ് അല്ലേ, അതായത് ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല, ഹാംഫുൾ ആയിട്ടുള്ള ഒന്നിനെയും ഉള്ളിലോട്ട് കടത്തി വിടത്തില്ല അല്ലേ. ഇതേ വർക്ക് തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസും ചെയ്യുന്നുണ്ട്, അതിലൂടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയത് എങ്ങനെയാണ്, ഗ്യാസസ് such as carbon dioxide, methane, ozone, etc. and water vapor present in the atmosphere absorb the terrestrial radiation and retain the temperature of the atmosphere. Okay, അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോണൊക്കെ അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ എന്തും പ്രസൻ്റ് ആണ്, വാട്ടർ വേപ്പറും പ്രസൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഈ ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താണ്, അറ്റ്മോസ്ഫിയറിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള റേസിനെ മാത്രം എന്ത് ചെയ്യുന്നു, കടത്തിവിടുന്നു, ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിനെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഓക്കെ, അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള മറ്റ് റേഡിയേഷൻസിനൊക്കെ ഇവരെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സും ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ചെയ്യുന്നുണ്ട്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ ഗ്യാസസ് കോസിങ് ദ ഫിനോമിന ആർ കോൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഈ ഒരു ഫിനോമിനയ്ക്ക് കാരണമായ കുറച്ച് ഗ്യാസസിൻ്റെ പേര് നമ്മൾ പറഞ്ഞല്ലേ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോണൊക്കെ. അപ്പോൾ ഇവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഗ്ലാസ്സുകളുടെ ബിൽഡിങ്ങുകളിൽ ഗ്ലാസ്സുകൾ ചെയ്യുന്ന എന്താണോ പ്രവൃത്തി, എന്താണോ അതേ പ്രവൃത്തി തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷനെ ഭൂമിയിലോട്ട് കടത്തി വിടാതെ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള, എർത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും ആവശ്യമായിട്ടുള്ള സൺലൈറ്റും മാത്രം കടത്തി വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസസ് ആണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇനി ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്, ഈ ഹരിതഗൃഹങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗ്രീൻ ഹൗസസ് എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത്, ആ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിൽഡിങ്ങിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അതേ പ്രോസസ്സ് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസും ഭൂമിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈവൻ ഇഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്, ദി അൺകൺട്രോൾഡ് ഇൻക്രീസ് ഇൻ ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ് കോസ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, കാര്യം ഭൂമിയിലെ ലൈഫിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പിന് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എന്ന് പറഞ്ഞാൽ പോലും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടല്ലോ, കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ കൂടിയാൽ അതെന്തിന് കാരണമാകും, നമ്മളുടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസിന് കാരണം, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ റൈസ് ആകുന്നതിന് കാരണമായി തീരും. ഓക്കെ, അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ റൈസ് ആയാൽ എന്താണ്, നമുക്കും ചൂട് അല്ലേ. അപ്പം അതിന് കാരണമാകുന്ന എന്താണ്, ഈ ഗ്രീൻ ഹൗസിൻ്റെ ഗ്യാസസിലെ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരുപാടായാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെയോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ റീച്ചിങ് ദി അറ്റ്മോസ്ഫിയർ മോസ്റ്റ്ലി ത്രൂ സം ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. ഓക്കെ, അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇപ്പം നമ്മൾ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസുകളൊക്കെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് കൂടുതലും ഹ്യൂമൻസിൻ്റെ ചില ആക്ടിവിറ്റീസ് കാരണമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില ആക്ടിവിറ്റീസ് കാരണമാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസസിനെല്ലാം ഒരു നിശ്ചിത അളവുണ്ടല്ലേ, ആ അളവിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനും പാടില്ല. അതും ബാഡ്ലി നമ്മളുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ അളവിൽ കുറഞ്ഞാലും നമ്മുടെ എൻവയോൺമെൻറ്റിനെ വല്ലാതെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. കാര്യം ഈ ഗ്യാസസിൻ്റെ പ്രസൻസ് അറ്റ്മോസ്ഫിയറിലുള്ളത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആയിട്ടും ലൈഫിൻ്റെ എക്സിസ്റ്റൻസ്
ഡിജഷൻസിന് വേണ്ടിയിട്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മളുടെ ചില ആർട്ടിഫിഷ്യലി ഉള്ള കുറച്ചുള്ള ആക്ടിവിറ്റീസ്, ഹ്യൂമൻസിൻ്റെ ചില ആക്ടിവിറ്റീസ് കാരണം ഈ ഗ്യാസസിൻ്റെ എമൗണ്ട് എവിടെ കൂടുന്നു? അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു. അങ്ങനെ ഈ ഗ്യാസസിൻ്റെ എമൗണ്ട് റൈസ് ആയാൽ, കൂടിയാൽ അതെന്തിലോട്ട് നയിക്കുന്നു? അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആവുന്നതിലോട്ട് നയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലത്തും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ പല നാട്ടിലെ പല സ്ഥലങ്ങളിലൊക്കെ എന്താണ് ചൂട് കൂടുന്നതിൽ ഇന്നത്തെ പ്രധാന കാരണം അതാണ്. അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ റൈസ് ആവുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കിക്കേ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എൻ്റർ ദി അറ്റ്മോസ്ഫിയർ ത്രൂ നാച്ചുറൽ മീൻസ് സച്ച് ആസ് വോൾക്കാനിക് ഇറപ്ഷൻസ്, ഡീകേ ഓഫ് ബയോളജിക്കൽ മാറ്റർ. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ പല രീതിയിലും അത് ഹ്യൂമൻ്റെ ആക്ടിവിറ്റിയിലൂടെ ആണെങ്കിൽ പോലും എത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രകൃതിപരമായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ മീൻസിലൂടെ അറ്റ്മോസ്ഫിയർ ഗ്യാസ് എങ്ങനെയാണ് അവിടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നതെന്ന് നോക്കിക്കേ. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ. ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. പിന്നെ ഡീകേ ഓഫ് ബയോളജിക്കൽ മാറ്റേഴ്സ്. ഓക്കെ, അതായത് ലിവിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ് ചത്തു കഴിഞ്ഞാൽ, ഇപ്പം ചുറ്റുമുള്ള ഏതെങ്കിലും അനിമൽ ചത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാറുണ്ട്? അഴുകാറുണ്ട് അല്ലേ. അതിൻ്റെ ഡീക്കേയിങ്ങിലൂടെ, അതായത് പ്ലാന്റ്സ് ആണെങ്കിൽ പോലും അഴുകാറുണ്ട് അല്ലേ. അതിൻ്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ അത് അഴുകും അല്ലേ. അപ്പം ഇതിലൂടെ അതിൻ്റെ എല്ലാം ഡീക്കേയിലൂടെ എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷനിലൂടെയും നമ്മുടെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന സമയങ്ങളിലും ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നാച്ചുറൽ മീൻസ്. ഇനി അത് കൂടാതെ ചില ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയും ഓവറായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയത്? ഡീഫോറസ്റ്റേഷൻ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് എക്സെട്ര. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ പെട്ടതാണല്ലേ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സും മരങ്ങളും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെട്ടി നശിപ്പിക്കുക, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും വേണ്ടിയൊക്കെ വെട്ടി നശിപ്പിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസിൻ്റെ റെഗുലേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റോള് ആരുടേതാണ്? പ്ലാന്റ്സിൻ്റെയാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ട്രീസും പ്ലാന്റ്സും ഒക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ഡീഫോറസ്റ്റേഷനിലൂടെ. അപ്പം ഈ ഗ്യാസസിൻ്റെ റെഗുലേഷൻ എന്ത് ചെയ്യും? അവിടെ ഇംബാലൻസ്ഡ് ആകും അല്ലേ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ, അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ബേണിംഗ് ഒക്കെ, അതായത് നമ്മളുടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ കാറുകളിലെയൊക്കെ ഇന്ധനങ്ങൾ, അതൊക്കെ എന്താണ്? ഫോസിൽ ഫ്യൂവൽസിൽ പെട്ടതാണ് അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ ആ ഇന്ധനങ്ങൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഇന്ധനം കത്തിച്ചാണ് നമ്മളുടെ വെഹിക്കിള്, അതേപോലെ തന്നെ ചില ഫാക്ടറീസിലെ മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്താണ്. അപ്പോൾ അത് ബേൺ ചെയ്യുമ്പോൾ പുറന്തള്ളുന്ന ഗ്യാസ് എന്താണ്? ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പോൾ ഇതിലൂടെ എന്താണ്? എക്സ്ട്രാ എമൗണ്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിന് കാരണമാകും? ഓൾറെഡി ഇവർ ഈ ഇൻസുലേഷനിലെ എന്താണ് ഈ ഹാംഫുൾ റേഡിയേഷനിലും നമ്മളുടെ ഭൂമിയിൽ എത്തുന്നതിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഇതെന്ത് ചെയ്യും? ഈ കൂടുതലായിട്ട് ഈ ഗ്യാസസ് അവിടെ എത്തിക്കഴിയുമ്പോൾ, അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് കാരണമാകും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെയും കൂടുതൽ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡു കോൾഡ് countries largely use glass for constructing buildings? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഇതിൻ്റെ ഉത്തരം എഴുതും? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് കോൾഡ് കൺട്രീസ് ഗ്ലാസസ് അവരുടെ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇൻ കോൾഡ് കൺട്രീസ് ഗ്ലാസ് ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് ബിക്കോസ് ഗ്ലാസ് പെയിൻസ് ഹാവ് ദി കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ ടു പാസ് ത്രൂ ദം ആൻഡ് ചെക്ക് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, ഈ ഗ്ലാസുകൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്?
സണ്ണിൽ നിന്ന് ആവശ്യമായ ടെമ്പറേച്ചറും ലൈറ്റും മാത്രം അകത്തോട്ട് കടത്തിവിട്ട് അനാവശ്യമായിട്ടുള്ള റേഡിയേഷൻസിനെ പുറന്തള്ളാനും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യാനും ആയിട്ടുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ ഗ്ലാസസിനുണ്ട്. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്ത് പുറന്തള്ളാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഈ ഗ്ലാസസിനുണ്ട്. അതുകൊണ്ടാണ് ഈ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ ഗ്ലാസസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എവിടെയുള്ള എങ്ങനത്തെ കൺട്രീസിലാണ്? കോൾഡ് കൺട്രീസിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിന് ഉത്തരം എഴുതുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ?